കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുള്ള വൻപയർ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വൻപയർ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി കുതിർക്കാത്ത വൻപയറൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 150 ഗ്രാം ശർക്കര ഉണ്ടാവും. അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ വൻപയറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ. ഇതിൽ കുറച്ചൊക്കെ വെള്ളമുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുള്ള പയറായതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇതിലേക്ക് ഈ ഒരു 3 അച്ച് ശർക്കര അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വൻപയറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓൺ ആക്കാമെന്ന് വെച്ചത്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ റാഗിയൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് വരും. അപ്പോൾ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക തിളക്കുന്നത് വരെ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുറുകിയിട്ട് വരും. അതിൻ്റെ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ആ റാഗിയൊക്കെ ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊന്നും നമ്മളിതൊന്നും ഉണ്ടാക്കി കൊടുക്കാറുണ്ടാവില്ല. അപ്പോൾ അധികം പൊരിച്ച കടികളൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്